സാമ്യം അകന്നോരു ഉദ്യാന. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി നിത്യവിസ്മയമായ വേഷങ്ങളാടിയ ഒരു കലാകാരിയാണിത്. ആട്ടവിളക്കിനു മുന്നിൽ എണ്ണിയാൽ തീരാത്തത്ര അരങ്ങുകളിലായി എത്രയെത്ര പദങ്ങൾ ആടിയിരിക്കുന്നു ഈ അഭിനേത്രി. എത്രയെത്ര മോഹന വേഷങ്ങൾക്ക് ജീവൻ പകർന്നിരിക്കുന്നു. കഥകളി അരങ്ങിലെ ഈ വിസ്മയ നക്ഷത്രത്തെ നാം അറിയും. ചവറ പാറുക്കുട്ടി എന്ന ഈ അനുഗ്രഹീത കലാകാരിയെ. ഇവിടെ അരനൂറ്റാണ്ടിനിപ്പുറവും പ്രായത്തിന്റെ ക്ഷീണഭാവങ്ങളെ മറികടന്ന് അരങ്ങിന്റെ പ്രകാശമായി തന്നെയുണ്ട് പാറുക്കുട്ടി. നവരസങ്ങളും വിരിയുന്നുണ്ട് ഇപ്പോഴും ഈ മുഖത്ത്. ആട്ടക്കഥകളെ സ്നേഹിക്കുന്നവർ പാറുക്കുട്ടിയുടെ കുന്തിയെയും ദേവയാനിയെയും ലളിതയെയുമൊക്കെ വീണ്ടും വീണ്ടും കാണാനായി കാത്തിരിക്കുന്നുമുണ്ട്. ഞാൻ 6ാം സ്റ്റാൻഡേർഡിൽ പഠിച്ച അങ്കരമംഗലത്താണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ലീലാമണി, ലീലാമ്മ തോമസ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ അച്ഛൻ ഭാഗവതരാണ്, അമ്മ ഡാൻസ് ടീച്ചറാണ്, മ്യൂസിക് ടീച്ചർ. സഹോദരങ്ങളെല്ലാം കലാപരമായിട്ട് ഉള്ള കുഞ്ഞുങ്ങളാണ്. അവർക്കൊരു ട്രൂപ്പുണ്ട്, ലീലാമണി നൃത്ത കലാലയം. അപ്പം ക്ലാസ്സിൽ വെച്ച് വളരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ ഉച്ചഭക്ഷണം ലീലാമണിയോടൊപ്പം വീട്ടിൽ പോയിട്ട് അവിടെ പോയിരുന്ന് കഴിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ഈ ട്രൂപ്പ് ഉള്ളത് കൊണ്ട് അവിടെ ക്ലാസ് നടക്കുകയാണ് പലപ്പോഴും. അപ്പോൾ അവർ അങ്ങനെ ചെന്ന് നമുക്ക് കാണാനൊന്നും പറ്റില്ല. എങ്കിലും ഞാൻ വളരെ രഹസ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നി കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി നൃത്തം. ഞാനത് കുറേശ്ശെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ലീലാമണി സ്കൂളിലോട്ട് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോരും. വീട്ടിൽ വന്നിട്ട് ഇത് ചെയ്ത് പഠിക്കുക എന്നുള്ള ജോലിയാണ് എനിക്ക്. അപ്പോഴേ എൻ്റെ അപ്പനൊരു സ്വർണ്ണ തൊഴിലാളിയായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കുടുംബത്തിലെയാണ്. പക്ഷേ സാമ്പത്തികപരമായിട്ട് അവസാനം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴേ ഈ സ്വർണ്ണപ്പണിയിൽ നിന്നും ഞങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും ഞങ്ങളുടെ വസ്ത്രം, എണ്ണ, സോപ്പ്, ഇതിനൊക്കെയുള്ള കാര്യങ്ങളെ അപ്പനെ കൊണ്ട് നടക്കൂ. അല്ലാതെ നൃത്തം പഠിപ്പിച്ച് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അന്നേരമില്ല. അപ്പോഴപ്പനോടൊന്നും പറയാനും പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഇത് പഠിച്ചിട്ട് സ്കൂൾ ആനിവേഴ്സറി വന്നപ്പോൾ ലീലാമണി നൃത്ത കലാനിലയത്തിൻ്റെ പരിപാടി അവർ ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ഡാൻസിങ്ങിന് ഇരിപ്പുണ്ട്. ഞാൻ ഹെഡ് മിസ്സസിനെ ചെന്ന് കണ്ടു. ഭാർഗവമ്മ ടീച്ചറാണ്. ഞാൻ ചെന്ന് പറഞ്ഞു, ഭാർഗവമ്മ സാറെന്നാണെന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു നൃത്തം അറിയാം, എനിക്കും കൂടെ ഒരു അവസരം തരുമോ? അപ്പം അപ്പൻ അവരുടെ വീട്ടിൽ സ്വർണ്ണ ജോലിക്കാരനാണ്. അപ്പം തരാം ശങ്കര, പിന്നെന്താ, അപ്പൻ്റെ പേരാ എന്നെ വിളിക്കുന്നത്. പിന്നെ എന്നെ പിടിച്ചും കൊണ്ട് അവരുടെ മേക്കപ്പ് റൂമിൽ ചെന്നു. അവർ നോക്കിയപ്പോൾ ദിവസേന ഭക്ഷണം കഴിക്കാൻ അവിടെ ചെല്ലുന്ന ആളാണ്. ചമ്മലൊന്നും ഒന്നും അറിയത്തൊന്നുമില്ല. ധൈര്യമായിട്ട് നിന്നു. അണ്ണേ ഇതാണ്ടേ ഇവളെ എന്തെങ്കിലും ഒന്ന് മുഖത്തൊന്ന് തൊട്ട് തേച്ച് ഒന്ന് കൊടുത്തേ, പിന്നെ ഇവൾക്കൊരു ഡാൻസ് അറിയാമെന്നാണ് പറയുന്നത്. ടീച്ചറിന് അറിയത്തില്ല ഞാൻ അവിടെ ചെല്ലുന്നവർ വന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ പാറുക്കുട്ടിയല്ലേ, ഏത് ഡാൻസ് അറിയാം? ഞാൻ പറഞ്ഞു കനകച്ചിലങ്ക. താളം തെറ്റാതെ കളിക്കൂ. ഞാൻ പറഞ്ഞ് ആ കളിക്കും എന്ന് പറഞ്ഞു. ഇല്ല സ്വർഗ്ഗലോകത്തിരിക്കുന്ന പോലാണ്, നല്ല കിന്നരിയൊക്കെ വെച്ച് പാവാടയൊക്കെ കൊടുത്തു, ബാക്ക് ഓപ്പൺ ഉടുപ്പൊക്കെ ഇട്ട്, അതൊക്കെ നമുക്ക് അന്ന് അപ്രാപ്യമായ കാര്യങ്ങളാണ്. ഇട്ട് തലമുടിയൊക്കെ അപ്പോൾ അന്ന് ശരിക്കുണ്ട്, അതെല്ലാം നീട്ടി കുഞ്ചലമൊക്കെ വെച്ച് പിന്നെ പൂവൊക്കെ വെച്ച് സുന്ദരിയാക്കി അവരൊരുക്കി. ഭാഗവതർ പാടി, മിസ്സി ടീച്ചർ താളം പിടിച്ചു, ഞാൻ കളിച്ചു, ഒന്നും തെറ്റാതെ കളിച്ചു. എനിക്കൊരു പ്രോത്സാഹന സമ്മാനവും കിട്ടി. അപ്പോഴത്തേ അവർക്കിതിൽ പരം ഒരു സന്തോഷമില്ല. അപ്പനെ വിളിച്ചിട്ട് ഫീസൊന്നും വേണ്ട, പാറുക്കുട്ടിയെ ഞങ്ങളുടെ ട്രൂപ്പിൽ ചേർക്കണം. അങ്ങനെ ഒരു അർദ്ധരാത്രിക്കാണ് ഡാൻസ് തുടങ്ങുന്നത്. അങ്ങനെ ആണ് നൃത്തത്തിലേക്ക് വരുന്നത്. നർത്തകിയായി കഴിവ് തെളിയിച്ചിട്ടും ഈ കലാകാരി ആ അരങ്ങിന്റെ ഭാഗമായി തുടരുകയുണ്ടായില്ല. മുഖത്തെഴുത്തിലും ഉടുത്തുകെട്ടിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന കഥകളി രംഗത്തേക്കായിരുന്നു പാറുക്കുട്ടിയുടെ ശ്രദ്ധ. കഥകളി രംഗത്ത് പേരെടുക്കണമെന്ന വാശി വരാനും ഒരു കാരണമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് പഠിക്കുന്നുണ്ട് ആ ഏരിയയിൽ അങ്ങ് ഡാൻസ് പഠിക്കുന്ന ആരുമില്ല. ഞാൻ താമസിക്കുന്ന ഏരിയയിൽ അവിടെ ശരിക്കും ഞാൻ രണ്ടായിട്ട് തലമുടിയൊക്കെ പിന്നെ കണ്ണെഴുതി പുരിയൊക്കെ വരച്ച് പൊട്ടുമൊക്കെ കുത്തി ചേച്ചിമാരതെല്ലാം ചെയ്തു വിടും. അപ്പോൾ ഇതിൽ ഡാൻസ് പഠിക്കുന്ന പിള്ളേരല്ലേ, റോഡിൽ നടന്നു പോകും. ഇപ്പം ഞാൻ ചുമ്മാതെ പോകുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ ഉടൻ ഓർക്കാതെ ഇങ്ങനെ കൈകൊണ്ട് താളം പിടിച്ചു പോകും.
നമ്മുടെ ഫീൽഡ് അതായതുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടവഴി പോകുമായിരുന്നു. തൊട്ട് അയൽവാസിയായ ഒരു അമ്മച്ചി, ഇന്ന് ജീവിച്ചിരിപ്പില്ല, മുട്ടി, ദേഹത്ത് മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി ഇങ്ങോട്ട് തിരിഞ്ഞു, ഞാനും ഇങ്ങനെ തിരിഞ്ഞു. ഞാൻ കടയിൽ പോകുമായിരുന്നു. ആട്ടക്കാരി പോന്നു എന്ന് പറയുമോ. എനിക്ക് ഈ ആട്ടക്കാരി പോന്നു എന്ന് പറഞ്ഞത് എന്തോ എനിക്കങ്ങ് പിടിച്ചില്ല. ചുരുക്കി പറഞ്ഞ, ഞാൻ വീട്ടിലിരുന്നു വിഷമിച്ച്. അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നവരെ അപ്പൻ നേരെ അങ്ങ് വഴിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞപ്പാ ആട്ടം പഠിക്കണം. പിന്നെ അപ്പൻ പറഞ്ഞു, യോ അതെന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ? അപ്പം അപ്പന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. പിന്നെ ആശാനൊക്കെ വേണ്ട മോളെ ആട്ടം പഠിക്കാൻ, അതിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? എങ്കിലും അപ്പൻ പറഞ്ഞ് നോക്കട്ടെ, അപ്പൻ ഒരു ആശാനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പഠിക്കാം, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേ ഒരു ആശ്വാസമായത്. പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോഴാണ് അപ്പൻ മൈനാഗപ്പള്ളി ഒരു കല്യാണ വർക്കും കഴിഞ്ഞ് വരുമ്പം അവിടെ തേടി ആശാനെ കണ്ടുപിടിച്ചു. ആദ്യത്തെ ഗുരുനാഥന് മുതുവിലക്കാട് ഗോപാലപ്പണിക്കരാശാൻ. കഥകളി എന്ത് പഠിച്ചാലും അത് ഓണത്തിന് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം. അത് എത്രമാത്രം വിഷമമുള്ളതെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ, ആശാൻ എനിക്ക് പൂതനാമോക്ഷമാണ് പഠിക്കണ്ടേ എന്ന് പറഞ്ഞു. അയ്യോ, പൂതനാമോക്ഷമാണേ ശരിക്കും പഠിക്കാനുണ്ട്. സ്ത്രീ കഥാപാത്രമാണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പതുക്കെ പഠിക്കാം. ഞാൻ പറഞ്ഞു, പതുക്കെ പഠിച്ചാൽ പറ്റില്ല. തിരുവോണത്തിന് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുരുഷന്മാർ സ്ത്രീവേഷമിട്ട് വിളക്കെടുക്കുന്ന അവിടെ എനിക്ക് ഇത് അവതരിപ്പിക്കണം. അയ്യോ, അത് പറ്റില്ല, കഥകളി അങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി. പിന്നെ കാല് പിടിച്ചു, ആകെ പ്രശ്നമായി. അവസാനം ആശാൻ സമ്മതിച്ചു. പെട്ടെന്ന് പദമെല്ലാം പറഞ്ഞു തന്നു. പ്രീ യൂണിവേഴ്സിറ്റിയുടെ ബുക്സൊക്കെ ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് പതുക്കെ ഇതിലേക്ക് വ്യാപൃതയായി. അങ്ങനെ പെട്ടെന്ന് മുദ്രകളെല്ലാം പഠിച്ചു. അത്യാവശ്യം വേണ്ടുന്ന കലാശങ്ങളും എല്ലാം പഠിച്ചു. ധൈര്യപൂർവ്വം ചെയ്തു 1.5 മണിക്കൂർ പൂതനാമോക്ഷം.